സൗദി അറേബ്യയിൽ നിന്ന് ആദരണീയനായ ഒരു അതിഥി കോഴിക്കോടെത്തിയിരുന്നു. അടുത്ത ദിവസം മതസഹിഷ്ണുത വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയിലെ മദീന ഹറം ഇമാം ഡോക്ടർ അബ്ദുല്ല അബ്ദുറഹ്മാൻ അൽ ബുയ്ജാൻ നടത്തുന്ന കേരള പര്യടനം ഉണ്ടായത്. ആ പര്യടനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മതങ്ങൾ തമ്മിലുള്ള ഐക്യം കാലത്തിൻ്റെ അനിവാര്യതയാണെന്നും ഇമാം പറഞ്ഞു. മതസഹിഷ്ണുതയും സമാധാനവും പ്രോത്സാഹിപ്പിക്കാൻ സൗദി ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇരു ഹറമുകളിലെയും ഇമാമുമാർ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തുടരുന്നു. മസ്ജിദുൻ നബവി ഇമാം ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ നടത്തുന്ന കേരള പര്യടനം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ ഹറം ഇമാം പങ്കെടുക്കുന്നുണ്ട്. വെറുപ്പിന്റെ ലോകത്തെ സ്നേഹം കൊണ്ട് തിരുത്തണമെന്ന് ഹറം ഇമാം ആഹ്വാനം ചെയ്തു. ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുസ്വര സമൂഹത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ പുലർത്തുന്ന സൂക്ഷ്മതയും പരസ്പര മര്യാദകളും മാതൃകാപരമെന്നും ഹറം ഇമാം. لمشايخ هذه الندوة المباركة وطلبة العلم فيها ولروادها وزوارها وداعميها كتب الله أجركم وسدد خطاكم. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുമായും ഇമാം കൂടിക്കാഴ്ച നടത്തി. വിഭാഗീയതയില്ലാതെ സമുദായത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് ഹറം ഇമാം പറഞ്ഞു. സമുദായ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഹറം ഇമാം ഇന്ത്യ സന്ദർശിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വിവിധ മേഖലകളിൽ ഇമാം സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക് 24. മതസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് ഹറം ഇമാമിൻ്റെ സന്ദർശനം. ഡോക്ടർ അബ്ദുല്ല അബ്ദുറഹ്മാൻ അൽ ബുയ്ജാൻ ഇന്ന് കേരള പര്യടനം തുടരും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്.